നമ്മുടെ പാപക്കറ മായുക എന്നുള്ളതാണ്, പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു നവജാത ശിശുവിനെ പോലെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇത് ഷഹ്റുൽ മഗ്ഫിറത്താണ്. ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുവാനുള്ള, പാപം പൊറുക്കപ്പെടുവാനുള്ള മാസമാണ്. നമ്മുടെയൊക്കെ അളവിൽ ഏറ്റവും വലിയ വിഷയവും നമ്മളുടെ വീഴ്ചകൾ, കുറവുകൾ, തെറ്റുകൾ, പോരായ്മകൾ ഒക്കെയാണ്. അതിൻ്റെ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം, നിയ്യത്ത്, അത് ഉണരേണ്ടതുണ്ട്, ഉണ്ടാകേണ്ടതുണ്ട്. അതിലൊന്ന് അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹീഹുൽ ഹദീസിൽ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവിടെ ഒരാളുടെ ഗതകാലങ്ങൾ അയാൾക്ക് പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. ഇന്നലകളിലെ വീഴ്ചകൾ പൊറുക്കപ്പെടുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്താ? മൻ സാമ റമദാൻ, റമദാനിൽ നോമ്പെടുക്കുക. അത് ഈമാനിന് വേണ്ടി, ഇഹ്തിസാബിന് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി, ഈമാനിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുക. നോമ്പെടുക്കുമ്പോൾ നിയ്യത്ത് പ്രധാനം. പാരമ്പര്യമായിട്ട് നോമ്പെടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും നോമ്പുകാരാണ്, കൂട്ടത്തിൽ നോമ്പെടുക്കുക, ഇതിൻ്റെ ഒരു ശീലമാണ്. ആ ശീലം ഞാൻ തുടർത്തുന്നു, ഇങ്ങനെയൊന്നല്ല. പിന്നെയോ ഈമാനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ കൂലിക്ക് വേണ്ടി നോമ്പെടുക്കണം. അപ്പോഴാണ് ധന്യത. മൻ സാമ റമദാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ മൻ ഖാമ റമദാൻ, റമദാനിൽ നിസ്കരിക്കുന്നവൻ, അതും ഈമാനൻ വഹ്തിസാബ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പിന്നെ മറ്റൊരു പ്രയോഗം ഇതേ ഹദീസിൽ, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഇതേ ഹദീസിൽ, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ്. ഖദറിൻ്റെ രാവിൽ ഒരാൾ ഈമാനിന് വേണ്ടി, ഇഹ്തിസാബിന് വേണ്ടി, കൂലിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന്. നമ്മൾ റമദാൻ്റെ പകൽ നോമ്പുകാരാണ്, രാത്രി നിസ്കരിക്കുന്നവരാണ്, ഖദറിൻ്റെ രാവിനെ പ്രതീക്ഷിച്ച് ഖദറിൻ്റെ രാവിൽ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ അതിനൊക്കെ എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്? അത് നമ്മൾ മനസ്സിൽ നട്ട്, മനസ്സിൽ ഓർത്ത് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഉത്ബോധനം. ഇതേപോലെ റമദാൻ മാസത്തിൽ, റമദാനല്ലാത്ത മാസത്തിലും ഇതുണ്ട്. അതിലൊരു വിഷയമാണ്, മസ്അലയാണ് നമ്മൾ കേട്ടത്, ആമീൻ പറയുന്ന വിഷയം നിസ്കാരത്തിൽ. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ ചില നിവേദനങ്ങൾ അങ്ങനെയാണ്, വഇദാ ഖറഅ വലദ്ദാല്ലീൻ ഫഖൂലു ആമീൻ. ചില നിവേദനങ്ങൾ ഇമാം വലദ്ദാല്ലീൻ എന്ന് ഓതിയാൽ നിങ്ങൾ ആമീൻ പറയുക, ഇമാമിനെ മുൻകിടക്കരുത്. ചില നിവേദനങ്ങളിൽ ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു വലദ്ദാല്ലീൻ എന്ന് ഓതിയിട്ട് ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക. കാരണം അപ്പോഴാണ് മലക്കുകൾ ആമീൻ പറയുക ഇമാമിനോടൊത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മലക്കുകൾ ആമീൻ പറയുന്നതിനോട് മഅ്മൂമീങ്ങളുടെ ആമീൻ ഒപ്പമായി വന്നാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. അങ്ങനെ ആമീൻ പറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ എത്ര നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം എത്ര ആമീൻ പറയുന്നുണ്ട്? പിന്നെ 5 വക്ത് നിസ്കാരങ്ങളിൽ ഉറക്കനെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ആമീൻ പറയില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഈ ആമീൻ പറയുമ്പോൾ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്നുള്ള ആ ഒരു ഉദ്ദേശം, നിയ്യത്ത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നമ്മൾ കേട്ടു മൻ ഖാല ഹീന യസ്മഉ നിദ അല്ലെങ്കിൽ അൽ അദാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ്യ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ബാങ്ക് വിളി കേൾക്കുന്ന സമയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞ് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ റസൂല എന്ന് ഒരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബാങ്ക് വിളിച്ചതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങിയിട്ട് ഇത് ചൊല്ലുക. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ബാങ്കിൻ്റെ ദുആ, ബാങ്കിന് ശേഷമുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലണം. പക്ഷേ ഇത് അതേപോലെ ബാങ്ക് കേട്ടുന്നെങ്കിൽ ചെല്ലേണ്ട വിഷയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് സുവിശേഷം പറയപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ റമദാൻ മാസത്തിൽ ബാങ്കുലി കേൾക്കുന്നു, ആ ബാങ്കുലിക്ക് നമ്മൾ പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിൽ ഈ ഒരു വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മളിവിടെ ശ്രവിച്ച ഉത്ബോധനം. മറ്റൊരു വിഷയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനുള്ള നിവേദനത്തിലാണുള്ളത്. അദ്ദേഹം ഒരിക്കൽ വുദു ചെയ്ത് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ ഫഅഹ്സനൽ വുദു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യുന്നത് കണ്ടു, നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ثم خرج إلى المسجد لا ينهزه إلا الصلاة غفر له ما تقدم من ذنبه എന്നാണ്.
നിസ്ലാസ്ലം തങ്ങൾ ഒതു ചെയ്തതിന് ശേഷം ഞാൻ ഒതു ചെയ്തതുപോലെ വല്ലവരും ഒതു ചെയ്യുകയും എന്നിട്ട് അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയുമായാൽ, മസ്ജിദിലേക്ക് നിസ്കാരത്തിന് പുറപ്പെടുകയുമായാൽ, ലാ യൻഹസുഹു ഇല്ല സല, അവൻ വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് പുറപ്പെടുമ്പോൾ അവനെ നിസ്കാരം മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. ലാ യൻഹസു എന്ന് പറഞ്ഞാൽ ലാ യുഖ്രിജുഹു, വീട്ടിൽ നിന്ന് അയാൾ പുറത്തിറങ്ങണം ഒതു ചെയ്തതിന് ശേഷം. എന്തിനാൾ പുറത്തിറങ്ങുന്നത്? നിസ്കരിക്കാനാണ്, മസ്ജിദിലേക്കാണ് ലക്ഷ്യം. എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്, അയാളുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായി ആ ഒരു വിഷയത്തിൽ. ഇതേപോലെ വുദു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദു സുമ്മ സല്ല റക്അതൈനി ലാ യസ്ഹു ഫീഹിമാ, ഒരാൾ വുദു ചെയ്തു എന്നിട്ട് വുദു ചെയ്തതിനപ്പുറം 2 റക്അത്ത് നിസ്കരിച്ചു. ലാ യസ്ഹു ഫീഹിമാ എന്നാണ്, അശ്രദ്ധ നകാത്ത നിലക്കുള്ള 2 റക്അത്ത് നിസ്കാരം. വുദുവിൻ്റെ 2 റക്അത്ത് നിസ്കാരമാണ് പറയുന്നത്. പക്ഷേ ആ നിസ്കാരത്തിൽ സഹു പാടില്ല. സഹു എന്ന് പറഞ്ഞാൽ മറവി, അശ്രദ്ധ. മുസല്ലയിൽ ശരീരം, ചിന്ത അങ്ങാടിയിൽ പണിയെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ തെരപര ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിസ്കാരം, അതാണ് സഹു. അതില്ലാതെ മനസാന്നിധ്യത്തിൽ ചില നിവേദനങ്ങളിൽ മുഖവും കൽബും അള്ളാഹുവിലേക്ക് തിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഏത് നിസ്കാരം? വുദുവിൻ്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചാൽ, അങ്ങനെയാണ് പ്രയോഗമുള്ളത്. എന്താ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. വുദു ചെയ്ത് 2 റക്അത്ത് മനസാന്നിധ്യത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതേപോലെ മറ്റൊരു മസലയാണ് പിന്നെ ഭക്ഷിച്ച് ആ ഭക്ഷണത്തിനപ്പുറം അള്ളാഹുവിനെ ഹംദ് ചെല്ലുന്ന വിഷയം. മൻ അകല തആം ഫഖാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി വലാ ഖുവ്വ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. മൻ അകല തആം, ഒരാൾ ഭക്ഷിച്ചു, ഫഖാൽ, എന്നിട്ട് ആ ഭക്ഷണത്തെ തുടർന്ന്, ഭക്ഷിച്ചതിനെ തുടർന്ന് അയാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഭക്ഷിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയാ. അതിൽ പല പ്രയോഗങ്ങളുണ്ട്. അതിലൊരു പ്രയോഗമാണ് ഇവിടെ ഈ നിവേദനത്തിൽ വന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ, ഈ ഭക്ഷണം എനിക്ക് കനിഞ്ഞ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം. വറസഖനീഹി, ഈ ഭക്ഷണം എനിക്ക് അന്നമായി കനിഞ്ഞ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ, എൻ്റെ ഒരു ഹൗലും ഒരു ഖുവ്വത്തും ഇല്ലാതെ തന്നെ, ഒരു കഴിവും ഒരു ചലനശേഷിയും ഇല്ലാതെ തന്നെ എനിക്ക് ഈ അന്നം കനിഞ്ഞ, എന്നെ ഊട്ടിയ നാഥനാകുന്നു സ്തുതികളെല്ലാം എന്നതാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ വിശുദ്ധ മാസത്തിൽ, റമദാൻ മാസത്തിൽ, മഗ്ഫിറത്തിൻ്റെ മാസത്തിൽ നമ്മൾ ഇതൊക്കെ അനുവർത്തിക്കുന്നവരാണ്. ഈ പാപമോചനത്തിലുള്ള അവസരങ്ങളൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടവരാണ്, നമ്മൾ ഇത് ചെയ്യുന്നവരാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സുവിശേഷം പറഞ്ഞത്, ഒരു സന്തോഷ വാർത്ത അറിയിച്ചത്, ഇങ്ങനെ ഒരു വാഗ്ദാനമേകിയത്, അത് നെഞ്ചേറ്റിയായിരിക്കണം നമ്മളിൽ നിന്നുള്ള ഈ കർമ്മങ്ങൾ, അത് വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. വിശുദ്ധ റമദാൻ മാസം മഗ്ഫിറത്തിൻ്റെ മാസമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവൻ പാപം പുറത്തു തരാനുള്ള പ്രത്യേക കർമ്മങ്ങളെ നിശ്ചയിച്ചു. ആ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാണ് കേട്ടത്. ഇതിപ്പോൾ ഈ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ തെറ്റുകൾ പൊറുക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട കർമ്മങ്ങളെ ആണ് അദ്ദേഹം പ്രത്യേകം ഊന്നിയത്. അതില്ല എങ്കിൽ പാപം പൊറുക്കുവാനുള്ള കർമ്മങ്ങൾ, ഇപ്പോൾ അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, സൂചിപ്പിച്ചു. എന്താ? നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ വന്നു, സഫിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവെ പുറത്തു കൊടുക്ക്, അള്ളാഹുവെ കരുണ കാണിക്ക്. മനസ്സിലായി? അതേപോലെ വിശുദ്ധ റമദാൻ മാസത്തിൽ ഭക്ഷണം നൽകുന്ന വിഷയം പറഞ്ഞു. നോമ്പ് തുറയായാലും സഹൂറായാലും ഇതര ഭക്ഷണ ദാനം അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു ചരിത്രവും ഉദാഹരണമാണ് ഉദ്ധരിച്ചത്. എന്താ? പൂർവികരിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് ഇവിടെ സംഭവിച്ചതാണ്. ഒരു മൂമിസത്തായ സ്ത്രീ, ഇമ്രാത്തുൻ മൂമിസ എന്നാണ്. ഇമ്രാത്തുൻ മൂമിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീ, ലൈംഗിക സദാചാരം ഇല്ലാത്ത ഒരു ദൂഷ്യ സ്ത്രീ. പക്ഷെ അവർ ഒരു നായക്ക് വെള്ളം കൊടുത്ത ചരിത്രം. വിശന്ന് വലഞ്ഞ നായയെ കണ്ടപ്പോൾ അവരവരുടെ മൂക്ക് പറഞ്ഞാൽ അവരുടെ പാദരക്ഷ ഷൂ ഊരി അതിൽ വെള്ളം കോരി ആ നായക്ക് പാർന്നു കൊടുത്തപ്പോൾ, അതിൻ്റെ ദാഹം ശമിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് ശുക്ർ അർപ്പിച്ചത്, പിന്നെ അവരുടെ ഗതകാലം അവർക്ക് പുറത്തു കൊടുത്തത്, അവരുടെ ഇന്നലകളെ അള്ളാഹ് പറയുമ്പോൾ അവരുടെ വൻ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു മിണ്ടാപ്രാണിക്ക്, ഒരു നായക്ക് അക്രമക്കുമുള്ള അതിൻ്റെ ദാഹം ശമിപ്പിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു നോമ്പുകാരന്, ഒരു വിശ്വാസിയെ, ഒരു നോമ്പുകാരന് അവൻ്റെ വിശപ്പകറ്റിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് എത്രമാത്രമായിരിക്കും
പാപമോചനം അതാണല്ലോ റമദാനിൽ ഒരു വിശ്വാസി ഏറ്റവും നേടേണ്ടതും കൊള്ളേണ്ടതും. നമ്മൾ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആക്ക് ആമീൻ പറഞ്ഞ വിഷയം. അതിൽ ചില നിവേദനങ്ങളിൽ റമദാനിലെത്തി പാപം പൊറുക്കപ്പെടാത്തവനാണ് എങ്കിൽ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ എന്നാണ് ജിബ്രീലിൻ്റെ ദുആ. മറ്റൊരു പ്രയോഗം അതിൽ റഹിമ അൻഫു ഇംറിഇൻ എന്നാണ്. ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ എന്നർത്ഥത്തിൽ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതും ആരാണ്? മൻ അദ്റക റമദാന ഫലൻ യുഗ്ഫർ ലഹു. റമദാനിൽ ജീവിക്കാൻ അവസരമുണ്ടായി, നോമ്പെടുക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അല്ലെങ്കിൽ റമദാനെ കണ്ടെത്താൻ അവസരമുണ്ടായി, എന്നിട്ട് പാപം പൊറുക്കാത്തവനാണ്. അപ്പോൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സവിശേഷത